കഴിഞ്ഞ മാർച്ച് മുതലാണ് കരിങ്കുന്നം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. ആദ്യം വളർത്തുമൃഗങ്ങൾ പിടിച്ചിരുന്ന അജ്ഞാത ജീവി എന്ന നിലയിലായിരുന്നു വാർത്തകൾ. പിന്നീട് ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. പുലിയുടെ ചിത്രം വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞ ഇല്ലിച്ചാരിയിൽ കൂടും സ്ഥാപിച്ചു. പക്ഷേ ആഴ്ചകളായിട്ടും പുലി കുടുങ്ങിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഭീതിയിലാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും പുറത്തിറങ്ങാനായിട്ട് ഒരു പേടിയാണ്. സന്ധ്യ മയങ്ങുന്നതിന് മുൻപ് ആളുകൾ ഇപ്പോൾ വീട്ടിൽ കയറും. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയമാണ് പലർക്കും. നമുക്ക് വെള്ളത്തിനൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോകണം. മഴ പെയ്ത് ഓസിട്ട് വെള്ളം വന്നാലേ അപ്പം നമുക്ക് പുലിയെ പിടിച്ചെങ്കിലേ മുകളിലോട്ട് കയറി പോകണം. അവിടെ ആൾത്താമസമൊന്നുമില്ല. പുലിയെ പേടിച്ച് പുലർച്ചെയിലെ റബ്ബർ വെട്ട് പോലും പലരും നിർത്തി. റബ്ബർ വെട്ടുകാരൊക്കെ ഇപ്പം അവിടുന്ന് മാറിപ്പോയി. എന്നുവെച്ചാൽ പേടിയാണ്, ഭയമാണ് ആൾക്കാർക്ക്. എന്നുവെച്ചാൽ എവിടെയാ പതുങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം പുലി മരത്തിന്റെ മുകളിലൊക്കെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെതായ ഒരു ഭീതിയൊക്കെ ജനങ്ങൾക്കുണ്ട്. മനുഷ്യന് നേരെ ഒരാക്രമണവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നത് ആശ്വാസമാണ്. ആളുകളുടെ ഭയവും ആശങ്കയും പരിഹരിക്കാൻ പഞ്ചായത്ത് ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പുലിയെ കാണുന്നിടത്ത് കൂട് വെക്കുക എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അതനുസരിച്ച് കൂട് വെച്ചിട്ടുണ്ട്. ആളുകളില്ലാതിരുന്നാൽ ഇത് കയറാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ ഗുഹ ഇവിടെ സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ അവിടെ ഉറപ്പായിട്ട് ഈ സാധനം തിരിച്ചു വരും. പ്രത്യേകിച്ച് മഴയും കൂടെയൊക്കെ പെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഇനി വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല, തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. വിവിധയിടങ്ങളിൽ കാണപ്പെട്ടത് ഒരേ പുലി തന്നെയാകാമെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. അധികം വൈകാതെ പുലിയെ കൂട്ടിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.